തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുന്നു. ആവേശവുമായി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ. സിഒഎ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. ടൂറിസം, IT മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പദ്ധതിയിട്ട് സിഒഎ സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോളേജ് ഡീനിന്റെ തൃശൂരിലെ ക്വാർട്ടേഴ്സിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകിട്ടും പ്രവർത്തിക്കും. മസ്റ്ററിംഗ് നടത്തുന്നതിനാലാണ് ക്രമീകരണം. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് റോഡ് ഷോയോടെ ആവേശത്തുടക്കം. തിങ്കളാഴ്ച വൈകിട്ട് കേരള എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശോജ്ജലമായ വരവേൽപ്പാണ് പ്രവർത്തകരും നേതാക്കളും ചേർന്നൊരുക്കിയത്. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ MS സമ്പൂർണ്ണ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വരാജ് റൌണ്ടിലെ മണികണ്ഠനാൽ പരിസരത്തെത്തി. ഗണപതി ക്ഷേത്രത്തിന് വലം വെച്ച് നാളികേരം മുടച്ച് തൊഴുത ശേഷം മുകൾ ഭാഗം തുറന്ന കാറിൽ റോഡ് ഷോ ആരംഭിച്ചു. വാദ്യമേളങ്ങൾ അകമ്പടിയായി. സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ റോഡ് ഷോ സമാപിച്ചു. ഒല്ലൂരിനെ ഇളക്കിമറിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ റോഡ് ഷോ. മരത്താക്കരയിൽ നിന്നും 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുമായാണ് റോഡ് ഷോ ആരംഭിച്ചത്. വാദ്യമേളങ്ങളും റോഡ് ഷോയ്ക്ക് അകമ്പടിയേകി. മന്ത്രി K രാജൻ, LDF നേതാക്കളായ KP പോൾ, MS പ്രദീപ് കുമാർ, T പ്രദീപ് കുമാർ, പ്രസാദ് പരേരി, KR രവി, MM അവറാച്ചൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പാണഞ്ചേരി, നടത്തറ, മൂർക്കനിക്കര, മരത്താക്കര പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. മോദിയുടെ ഗ്യാരണ്ടി അത്ര ഒറിജിനൽ അല്ലെന്ന് ജനം തിരിച്ചറിയുമെന്ന് ഷാഫി പറമ്പിൽ MLA. വെറുപ്പിനെതിരെ TN പ്രതാപൻ MP നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ഒല്ലൂർ ബ്ലോക്ക് പര്യടനം ചിയ്യാരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ ഒറിജിനൽ പതിപ്പാണ് TN പ്രതാപനെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. റിസൻ വർഗീസ് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, ഷാജി കോടങ്കണ്ടത്ത്, ജോൺ ഡാനിയേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഇത്തവണത്തെ വോട്ടിന് രാഷ്ട്രീയത്തിന്റെ മാത്രം നിറമല്ല, ഇത്തവണത്തെ വോട്ടിന് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ നിറമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോട്, ഇവിടുത്തെ CPI-കാരോട്, ഇവിടുത്തെ CPM പ്രവർത്തകരോട് അറിയാതെങ്കിലും ഒരു പിന്തുണ ഈ ജനവിരുദ്ധ സർക്കാരിന് നിങ്ങളുടെ വിരലുകൊണ്ട് കൊടുത്തു പോകരുത്. നിങ്ങൾക്കും വെറുത്തിട്ടുള്ള, നിങ്ങളെയും വെറുപ്പിച്ചിട്ടുള്ള, സാധാരണക്കാരനെ മുഴുവൻ വഞ്ചിച്ചിട്ടുള്ള ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തായി ഇത്തവണത്തെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നവൻ അതിന് പോവാൻ, ചർച്ചിലേക്ക് പോകുന്നവൻ അതിന് പോവാൻ, അമ്പലത്തിന്റെ വിശ്വാസവുമായി പോകുന്നവർക്ക് അതിന് വെക്കാൻ, വിശ്വാസമില്ലാത്തവൻ അങ്ങനെ ജീവിക്കാൻ, അവർക്കിടയിൽ വൈര്യമില്ലാതെ, വർഗീയതയില്ലാതെ, വിഭാഗീയതയില്ലാതെ അവരെ ഒന്നായി കാണാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഇന്ത്യയുടെ മണ്ണിൽ അധികാരത്തിൽ വരണമെങ്കിൽ അത് ഇന്നലെ പട്നയുടെ മണ്ണിൽ പറഞ്ഞതുപോലെ അത് ഇന്ത്യ മുന്നണിക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള നമുക്ക്. 3 ദിവസങ്ങളിലായി കോഴിക്കോട് നടന്ന സിഒഎ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. പ്രവീൺ മോഹൻ സംസ്ഥാന പ്രസിഡന്റായും PB സുരേഷ് ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു.
വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതിയൊരുക്കിയാണ് സിഒഎ 14ാമത് സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. കോഴിക്കോട് കടപ്പുറത്തും തളി മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിലുമായാണ് 3 ദിവസത്തോളം സംസ്ഥാന സമ്മേളനം നടന്നത്. ചെറുകിട കേബിൾ TV രംഗത്തിന് പുറമെ ടൂറിസം, IT, കാർഷിക മേഖലകളിൽ ജനകീയമായ രീതിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾക്ക് സമ്മേളനം രൂപം നൽകി. കേബിൾ TV ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ഓഫ് വേ നിയമം നടപ്പിലാക്കണമെന്ന് പ്രമേയം പാസാക്കി. കർഷക സമരത്തിന് സിഒഎ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണം, വന്യമൃഗശല്യം തടയണം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. പുതിയ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റായി പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറിയായി PB സുരേഷ്, ട്രഷററായി ബിനു ശിവദാസ്, വൈസ് പ്രസിഡന്റുമാരായി M മൻസൂർ, ജ്യോതികുമാർ VS, സെക്രട്ടറിമാരായി PS സിബി, നിസാർ കോയപ്പറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇവരുൾപ്പെടെ 16-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാനും കോഴിക്കോട് ഡെപ്യൂട്ടി മേയറുമായ CP മുസാഫർ അഹമ്മദ്, അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ, ബിനു ശിവദാസ്, PS സിബി, നിസാർ കോയപ്പറമ്പിൽ, K വിജയകൃഷ്ണൻ, K ഗോവിന്ദൻ തുടങ്ങിയവരും സംസാരിച്ചു. TCV തൃശൂർ. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃശൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡീൻ MK നാരായണൻ താമസിക്കുന്ന തൃശൂർ കൊക്കാലയിലെ വെറ്റിനറി ആശുപത്രിയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. DCC ഓഫീസിൽ നിന്ന് സ്വരാജ് റൌണ്ടിലൂടെ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ക്വാർട്ടേഴ്സിലേക്കുള്ള റോഡിൽ ബാരിക്കേഡ് നിരത്തി തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീൻ നാരായണനും പങ്കുണ്ടെന്നും ഡീനിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും ജോൺ ഡാനിയേൽ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിഷ് അധ്യക്ഷത വഹിച്ചു. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പിന്നീട് ബാരിക്കേഡ് മറിച്ചിടാനും മറികടക്കാനും ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്നും മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് വന്ന പ്രവർത്തകർ വൈകാതെ തന്നെ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ പ്രമോദ്, സുശീൽ, സൂരജ്, വിഷ്ണുചന്ദ്രൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിലെ റേഷൻ കടകൾ രാവിലെയും 7 ജില്ലകളിലെ റേഷൻ കടകൾ ഉച്ചയ്ക്ക് ശേഷവുമാണ് പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ വൈകുന്നേരം 7 വരെയുമായിരിക്കും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ റേഷൻ കടകൾ പ്രവർത്തിക്കുക. തൃശൂർ ജില്ലയിൽ മാർച്ച് 5, 7 തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷവും 6, 9 തീയതികളിൽ രാവിലെയുമായിരിക്കും പ്രവർത്തനം. ശിവരാത്രി ദിവസമായ വെള്ളിയാഴ്ച റേഷൻ കടകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഒരേ സമയം മസ്റ്ററിംഗും റേഷൻ വിതരണവും നടത്തുമ്പോൾ സെർവറിനുണ്ടാകുന്ന ഓവർലോഡ് മൂലം റേഷൻ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് റേഷൻ കടകളുടെ പ്രവർത്തനം ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചത്. SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. THSLC, AHSLC പരീക്ഷകളും ആരംഭിച്ചു. ജില്ലയിൽ 264 കേന്ദ്രങ്ങളിലായി 35,802 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഇതിൽ 18,230 ആൺകുട്ടികളും 17,572 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് 4,27,105 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത്. മലയാളം 1ാം പേപ്പറായിരുന്നു ആദ്യ പരീക്ഷ. പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഈ മാസം 25-ന് പരീക്ഷ സമാപിക്കും. സംസ്ഥാനത്തെ 70 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി SSLC ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായി നടത്തും. മെയ് 2ാം വാരം ഫലം പ്രഖ്യാപിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലും സമീപത്തുള്ള ഡോൺ ബോസ്കോ സ്കൂളിലും കവർച്ച. പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഓഫീസിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടു. അലമാരിയുടെ പൂട്ട് തുറക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. മുഖംമൂടി ധരിച്ച ആളാണ് മോഷണം നടത്തിയത്. ഇയാളുടെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് ലഭിച്ചു. സമീപത്തെ ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം നടന്നു. സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് ഓഫീസ് റൂം കുത്തി തുറന്നു. വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. 2 ഇടങ്ങളിലും ഒരാൾ തന്നെയാണ് മോഷണം നടത്തിയതെന്നാണ് കരുതുന്നത്. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റുന്നത് സംബന്ധിച്ച്
ട്രാൻസ്പോർട്ടേഴ്സ് കമ്മിറ്റി ഓൺലൈൻ യോഗം ചേർന്നു. സുവോളജിക്കൽ പാർക്കിലെയും മൃഗശാലയിലെയും പ്രത്യേക കമ്മിറ്റി അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഈ മാസം 15-ന് മൃഗശാലയിൽ നിന്ന് മാനുകളെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാൻ യോഗത്തിൽ തീരുമാനമായി. തൃശൂർ മൃഗശാലയുടെ പ്രവർത്തന കാലാവധി ബുധനാഴ്ച തീരാനിരിക്കെ മൃഗശാലയിൽ നിന്ന് മൃഗങ്ങളെയും പക്ഷികളെയും ഘട്ടം ഘട്ടമായി മാറ്റുന്നത് ചൂണ്ടിക്കാട്ടി അടുത്ത 6 മാസത്തേക്ക് കൂടി പ്രവർത്തന കാലാവധി നീട്ടി ചോദിച്ച് കേന്ദ്ര സൂ അതോറിറ്റിക്ക് കത്തയച്ചു. അതേസമയം സുവോളജിക്കൽ പാർക്കിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന വൈഗ, ദുർഗ എന്നീ കടുവകളുടെ നിരീക്ഷണ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ഇവയെ സുവോളജിക്കൽ പാർക്കിലെ ആവാസിടത്തിലേക്ക് മാറ്റുന്നതിന് അനുമതി തേടിയും കേന്ദ്ര സൂ അതോറിറ്റിക്ക് കത്തയച്ചിട്ടുണ്ട്. വീട്ടുമുറ്റം നിറയെ കടലാസ് പൂക്കൾ, അതും 135-ലധികം വൈവിധ്യമാർന്നവ. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വീട്ടമ്മയും വലിയകത്ത് നസീറിന്റെ ഭാര്യയുമായ സബീനയുടെ വീട്ടുമുറ്റത്താണ് വർണ്ണ വസന്തം വിതറി ബോഗൺവില്ലകൾ പൂത്തുനിൽക്കുന്നത്. വീടിന് മുന്നിലൂടെ കടന്നുപോകുന്നവർ ഒരു നിമിഷമെങ്കിലും ഈ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുമെന്നതിൽ തർക്കമില്ല. കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന സബീന 2 വർഷം മുൻപാണ് ബോഗൺവില്ല കൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. സമീപ ജില്ലകളിൽ നിന്ന് മറ്റുമായി ശേഖരിച്ച തൈകൾ ഒരു പരീക്ഷണമെന്ന നിലയിൽ വളർത്തിയാണ് തുടക്കം. ഹൈബ്രിഡ് ഇനങ്ങളായിരുന്നു കൂടുതൽ. ആദ്യ ശ്രമം വിജയിച്ചതോടെ വീടുൾപ്പെടെ നിൽക്കുന്ന 8 സെന്റിൽ ചെറുതും വലുതുമായ ചെടികളിൽ പൂക്കൾ നിറഞ്ഞു. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം ചെടികൾ വാങ്ങി. സ്വന്തമായി ഗ്രാഫ്റ്റിംഗും പരീക്ഷിച്ചതോടെ ഒരു ചെടിയിൽ തന്നെ 5-ലധികം ഇനങ്ങളുടെ പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഒരു 130 സംതിങ് പ്ലാന്റ്സുകളായിട്ടുണ്ട്. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ 19 എന്ന് പറയുന്നൊരു വളം ചെയ്യുന്നുണ്ട്. പ്രാണിശല്യമൊന്നും അങ്ങനെയില്ല, അങ്ങനത്തെ ഇതുകൾ കീടബാധകളൊന്നുമില്ല. പിന്നെ മഴക്കാലത്ത് മഴ കൊള്ളാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്. ഹൈബ്രിഡുകൾക്കൊന്നും മഴ പറ്റില്ല. കൃഷിയിൽ മുൻപരിചയമുണ്ട്. കുറേ നാളുകളായിട്ട് ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട്. ആദ്യം മഞ്ഞൾ ചെയ്തിരുന്നു, പിന്നെ വെജിറ്റബിൾ ചെയ്തിരുന്നു, അഡീനിയം ചെയ്തിട്ടുണ്ടായിരുന്നു, U4P ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ട്രെൻഡ് അനുസരിച്ച് മാറി മാറി ചെയ്യുന്നുണ്ട്. ഫയർ റെഡ്, റെയിൻബോ വാരിഗേറ്റഡ്, ഡെൽറ്റ യെല്ലോ, ക്രിസ്റ്റീന, ബ്ലാക്ക് മരിയ, അപൂർവ ഇനങ്ങളിലൊന്നായ പേർഷ്യൻ വയലറ്റ് തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നവയെല്ലാം സബീനയുടെ വീട്ടുമുറ്റത്തും മതിലിന് മുകളിലുമെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. 300 മുതൽ 12,000 രൂപ വരെ വിലയുള്ള ഇനങ്ങൾ ഇവിടെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ബോഗൺവില്ല കൃഷിയെക്കുറിച്ച് അറിഞ്ഞതോടെ നിരവധി സന്ദർശകരാണ് പൂക്കൾ നിറഞ്ഞ ഈ വീട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ 65-ലധികം വൈവിധ്യമാർന്ന പച്ചമുളക് കൃഷി ചെയ്ത് ശ്രദ്ധ നേടിയ സബീന മഞ്ഞൾ കൃഷിയിലും 100 മേനി സ്വന്തമാക്കിയിട്ടുണ്ട്. 95-ലധികം വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങളും 35ഓളം രാജ്യങ്ങളിലെ കറൻസികളും സബീനയുടെ ശേഖരത്തിലുണ്ട്. പ്രവാസിയായ ഭർത്താവ് നസീറും വിദ്യാർത്ഥികളായ 3 മക്കളും പൂർണ്ണ പിന്തുണയുമായി സബീനയ്ക്കൊപ്പമുണ്ട്. കടലാസ് പൂക്കളുടെ വൈവിധ്യമാർന്ന മറ്റിനങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഈ വീട്ടമ്മ. TCV കയ്പമംഗലം. ചാലക്കുടിയിൽ കലാഭവൻ മണി പാർക്കിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു. പോട്ട സ്വദേശി മണക്കാട് ദിവ്യയുടെ കാറിനാണ് തീപിടിച്ചത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു. അഗ്നിശമന സേനയെത്തി തീ അണച്ചു. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി അഗസ്റ്റിന്റെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രമേശ് കുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കന്നുകാലികൾക്ക് തീറ്റയ്ക്കാവശ്യമായ പുല്ല് കൃഷി ചെയ്ത് ക്ഷീര കർഷകർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുകയാണ് അരിമ്പൂരിലെ കൈപ്പിള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം. 1500 കിലോ തീറ്റപ്പുല്ലാണ് ഇവിടെ വിളവെടുത്തത്. കാലിത്തീറ്റയുടെ വിലവർധനവ് മൂലം ക്ഷീരകർഷകർക്കുണ്ടാകുന്ന പ്രയാസത്തിന് ആശ്വാസമേകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പിള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം തീറ്റപ്പുൽ കൃഷി തുടങ്ങിയത്. സ്വകാര്യ വ്യക്തിയുടെ 3 ഏക്കർ സ്ഥലത്താണ് സംഘം കൃഷി ഇറക്കിയത്. ചാലക്കുടിയിൽ നിന്ന് 5000 പുൽത്തൈകൾ വാങ്ങി 1 മീറ്റർ അകലത്തിൽ ഇടച്ചാലുകൾ തീർത്താണ് നട്ടത്. ക്ഷീരകർഷക സംഘത്തിലെ 15ഓളം പേർ വെള്ളവും ജൈവവളവും നൽകി 45 ദിവസം പരിപാലിച്ചു. ഇടവിളയായി വെണ്ട, പയർ, ചീര എന്നിവയും ഒപ്പം കൃഷി ചെയ്തിരുന്നു. വേനലിൻ്റെ കാഠിന്യം മൂലം വിളവെടുപ്പ് 15 ദിവസം നീണ്ടു. 1500 കിലോ തീറ്റപ്പുല്ലാണ് ഇവിടെ നിന്ന് വിളവെടുത്തത്. ക്ഷീരകർഷകർക്ക് വേണ്ടി നല്ല ആദായകമായ രീതിയിൽ തീറ്റപ്പുൽ കൃഷി നട്ട് കൊടുക്കാൻ, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംഘം, അതുപോലെ സബ് കമ്മിറ്റിയും അന്തിക്കൽ ബ്ലോക്കിൻ്റെയും നമ്മുടെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹായത്തോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘത്തിൽ അംഗങ്ങളായ പാലളക്കുന്ന ക്ഷീരകർഷകർക്ക് കിലോയ്ക്ക് 3 രൂപ നിരക്കിലും പുറമേയുള്ളവർക്ക് 5 രൂപ നിരക്കിലുമാണ് തീറ്റപ്പുല്ല് ലഭ്യമാക്കിയത്. ക്ഷീരകർഷകരുടെ സഹകരണത്തോടെ
സംഘം പ്രസിഡന്റ് EK ജയപ്രകാശ്, സെക്രട്ടറി BS സ്മിത എന്നിവർ മുന്നിട്ടിറങ്ങിയതോടെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ മാതൃകാ തീറ്റപ്പുൽ കൃഷിത്തോട്ടമായി ഈ പരീക്ഷണ കൃഷിയിടം മാറുകയായിരുന്നു. തീറ്റപ്പുൽ വിളവെടുപ്പ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, ഡയറി ഫാം ഇൻസ്പെക്ടർ ഷനിരാജ്, വാർഡ് അംഗങ്ങളായ K രാകേഷ്, സലിജ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. മരത്തങ്കോട് അമ്പലംപള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇഞ്ചിക്കുന്ന് സ്വദേശി കരുവാങ്ങത്തിൽ വീട്ടിൽ അജിത്തിനാണ് പരിക്കേറ്റത്. കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ കുന്നംകുളത്ത് നിന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് കാർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വടക്കാഞ്ചേരി ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറ് നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. വിവാഹവേഷത്തിൽ അപകടകരമായ ഭൂപ്രദേശങ്ങൾ താണ്ടി യാത്ര ചെയ്ത് ഈ വധൂവരന്മാർ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊണ്ടരാംവളപ്പിൽ ശ്രീനിവാസൻ ഷീജ ദമ്പതികളുടെ മകൻ രഞ്ജിത്തിന്റെ വിവാഹ ചടങ്ങുകളാണ് ശ്രദ്ധേയമായത്. ഗുജറാത്ത് സ്വദേശിയും മുംബൈയിലെ സ്ഥിര താമസക്കാരിയുമായ ആര്യ വോറയാണ് വധു. ഇവർ നടിയും മോഡലും വ്ളോഗറുമാണ്. വിവാഹ ചടങ്ങുകൾ വ്യത്യസ്തമാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. 6 ദിവസം നീണ്ടുനിന്ന വിവാഹ ചടങ്ങുകളായിരുന്നു ഇവരുടേത്. കഴിഞ്ഞ ഫെബ്രുവരി 21 മുംബൈയിലെ താമസ സ്ഥലത്തായിരുന്നു വിവാഹ നിശ്ചയം. 22 ചണ്ഡീഗഡിലേക്ക് യാത്രയായി. 24 ഹിമാലയത്തിലെ സ്പിതി താഴ്വരയിലെത്തി. ടിബറ്റിനും ഇന്ത്യക്കുമിടയിലുള്ള മധ്യഭൂമിയായ സ്പിതി താഴ്വരയിൽ ഉത്തരേന്ത്യൻ ഹൈന്ദവ ആചാരപ്രകാരം ഇരുവരും 26 വിവാഹിതരായി. ഈ സമയത്ത് -25 ഡിഗ്രിയായിരുന്നു അന്തരീക്ഷ താപനില. തണുത്തുവിറച്ച് ഇവർ തീ കായുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 12,500 അടി ഉയരത്തിൽ പാട്ടും ഡാൻസുമായി കൊടും തണുപ്പിൽ ഇവർ വിവാഹം അവിസ്മരണീയമാക്കി. അടുത്ത ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും അടക്കം 20 പേരാണ് വിവാഹ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മഞ്ഞുമലയിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നതിനാലാണ് വിവാഹ സംഘത്തിലെ ആളുകളുടെ എണ്ണം കുറച്ചത്. ആര്യ വോറയുടെ വാഹനത്തിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്താണ് ദിവസങ്ങൾ നീണ്ട ദുർഘട പാത താണ്ടിയത്. സമൂഹമാധ്യമങ്ങളിൽ വൻ സ്വീകാര്യതയാണ് ഇവരുടെ വിവാഹത്തിന് ലഭിച്ചത്. തണുത്തുറഞ്ഞ സ്പിതി താഴ്വരയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിവാഹം നടക്കുന്നത്. TCV ഗുരുവായൂർ. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന യുവാവ് പോലീസ് പിടിയിലായി. ആലപ്പുഴ താമരക്കുളം സ്വദേശി സനലിനെയാണ് ഒല്ലൂർ പോലീസും സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും അറസ്റ്റ് ചെയ്തത്. ഒല്ലൂർ, തലോർ, ഇളംതുരുത്തി, അഞ്ചേരി, കേശവപ്പടി, വിയൂർ, വടക്കഞ്ചേരി, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രതി ബൈക്കിലെത്തി മാല മോഷണം നടത്തിയത്. കേസിൽ മറ്റൊരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ കാനയിലേക്ക് മലിനജലം ഒഴുക്കിയ സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപ പിഴ ഈടാക്കി. ചന്തപ്പുരയിൽ മലിനജലം പൊതുകാനയിലേക്ക് ഒഴുക്കിയ മെസ്ബാൻ ഹോട്ടലിന് 25,000 രൂപ പിഴ ചുമത്തി. ലോകമലേശ്വരം വില്ലേജ് ഓഫീസ് പരിസരത്ത് കാനയിലേക്ക് മലിനജലം ഒഴുക്കിയതിന് വഴിയോര കച്ചവട സ്ഥാപനങ്ങളായ കുക്കു ഫാസ്റ്റ് ഫുഡ്, പ്രിയം ഫാസ്റ്റ് ഫുഡ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ 10,000 രൂപ വീതവും മറ്റൊരു തട്ടുകടയിൽ നിന്നും 5,000 രൂപയും പിഴ ഈടാക്കി. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ദിവസങ്ങൾക്ക് മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങി തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ. മകീര്യം പുറപ്പാട് ദിനത്തിലെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രം വിളക്ക് ദിനത്തിലെ ആറാട്ടും നടക്കുന്ന സേതുകുളം പരിസരത്തെ ശുചീകരണമാണ് പതിറ്റാണ്ടുകാലമായി തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ ഇന്നും പിന്തുടരുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി തൃപ്രയാർ സെന്ററിലെ ചുമട്ട് തൊഴിലാളികൾ തുടരുന്നതാണ് തേവരുടെ മകീര്യം പുറപ്പാടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 30 വർഷം മുൻപ് ചുമട്ട് തൊഴിലാളിയായ MT വാസുദേവൻ തുടങ്ങിവെച്ചതാണ് തൃപ്രയാർ തേവരെ വരവേൽക്കാനുള്ള ഈ ഒരുക്കങ്ങൾ. ഇത്തവണയും ഇതിന് തടസ്സമൊന്നും ഉണ്ടായില്ല. ഈ മാസം 17-നാണ് ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട്. പടിഞ്ഞാറേക്കരയിൽ തേവരുടെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രം വിളക്ക് ദിവസത്തെ ആറാട്ടും നടക്കുന്നത് സേതുകുളത്തിലാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി സേതുകുളം പരിസരത്തെ ശുചീകരണം തങ്ങളുടെ അവകാശം പോലെയാണ് തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത്. 30-35 വർഷത്തോളമായിട്ട് നമ്മളെ നമുക്ക് മുൻപേയുള്ള ആൾക്കാർ ചെയ്തു വരുന്ന രീതി ഇതിപ്പോഴും പ്രാവശ്യവും നമ്മൾ ചെയ്തു വരുന്നു. ആകെ അത് നിർത്തലായി നിന്ന് പോയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളെ കൊറോണ ടൈമിൽ മാത്രം, ബാക്കി എല്ലാ ടൈമിലും ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ബാക്കി മിച്ചം വെച്ചുകൊണ്ട് അത് വെച്ചാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലം ആരെയൊന്നും ഒരു 5 പൈസ നമ്മൾ പുറത്തുനിന്നായിട്ട് പഠിക്കില്ല. ഞങ്ങളൊരു പണിയെടുക്കുന്ന ഒരു വിഹിതം അവിടെ തന്നെ വയ്ക്കും. സേതുകുളത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ പൊന്തക്കാടുകളും മറ്റും വെട്ടിയെടുത്ത് തീയിട്ട് വൃത്തിയാക്കും. ഓരോ വർഷവും 2 ലക്ഷം രൂപയാണ് തൃപ്രയാറിലെ ചുമട്ടുതൊഴിലാളികൾ ഇതിനായി ചിലവഴിക്കുന്നതെന്നാണ് വലിയ കാര്യം. എല്ലാ ദിവസവും ലഭിക്കുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം ഇവർ തേവരെ വരവേൽക്കാനുള്ള പ്രത്യേക ഫണ്ടായി സൂക്ഷിക്കും. പച്ചക്കറി ഉൾപ്പെടെയുള്ള ചില കടകളിൽ നിന്നുള്ള വരുമാനം അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റും. CITU, INTUC, HMS യൂണിയനുകളിലെ 15 തൊഴിലാളികളാണ് ഇതിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നത്. CK ഉണ്ണികൃഷ്ണനും CD ഉണ്ണിമോനും PN മനോജും ഇവർക്ക് മുന്നിലായുണ്ട്. മകീര്യം പുറപ്പാട് ദിനത്തിലെ ആറാട്ടിന് ചുമട്ടുതൊഴിലാളികൾ ഒരുക്കുന്ന വർണ്ണമഴയും പ്രസിദ്ധമാണ്. തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ 42 തൂണുകളെ ഞാലിപ്പൂവൻ വാഴക്കുലകളാൽ അലങ്കരിക്കുന്നതും ഇവർ തന്നെയാണ്. രാമൻകുളം ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് തൃപ്രയാർ സെന്ററിൽ പ്രത്യേകമായി പറ നൽകിയുള്ള സ്വീകരണവും നൽകിയാണ് തൃപ്രയാറിലെ ചുമട്ടുതൊഴിലാളികൾ വരവേൽക്കുക. TCV തൃപ്രയാർ. കാട്ടൂർ കരാഞ്ചിറ കാട്ടൂർ കടവിൽ കുറുക്കന്റെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. ക്ഷീരകർഷകനായ കാട്ടൂർ കടവ് സ്വദേശി പാണപ്പറമ്പിൽ രാമന്റെ പശുക്കിടാവാണ് കുറുക്കന്മാരുടെ ആക്രമണത്തിൽ ചത്തത്. കഴിഞ്ഞ ദിവസം നന്ദിലംപാടത്ത് പശുവിനെ കെട്ടിയ സമയത്താണ് ആക്രമണമുണ്ടായത്. പ്രദേശത്ത് കുറുക്കന്മാരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. സമീപ പ്രദേശങ്ങളിലെ കാടുകയറി കിടക്കുന്ന പറമ്പുകളാണ് ഇവ താവളമാക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ ജില്ലാ കൺവെൻഷനും നാട്ടിക PK അബ്ദുൽ മജീദ് സ്മരണിക പ്രകാശനവും തൃശൂരിൽ നടന്നു. മുൻ MLA TA അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. SKS പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. IUML കേരള ഉപാധ്യക്ഷൻ CH അബ്ദുൾ റഷീദ്, IUML ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ, KA ഹാറൂൺ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംവദിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് ആലത്തൂർ ALP സ്കൂളിൽ നടപ്പാക്കി വരുന്ന കമാൻഡോ കിഡ്സ് പദ്ധതി ശ്രദ്ധേയമാകുന്നു. സംസ്ഥാനത്തെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി നടപ്പാക്കുന്ന ഏക വിദ്യാലയമാണ് ആലത്തൂർ ALPS. 2 വർഷം മുൻപാണ് കമാൻഡോ കിഡ്സ് പദ്ധതി ആലത്തൂർ സ്കൂളിൽ ആരംഭിച്ചത്. യുനെസ്കോ നിർദ്ദേശിച്ച 10 ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള 70 മണിക്കൂർ പരിശീലനമാണ് ഓരോ അധ്യയന വർഷത്തിലും പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. കമാൻഡോ കിഡ് നമ്മുടെ സ്കൂളിലെ 3ലും 4ലും പഠിക്കുന്ന കുട്ടികൾ വെൽ ട്രെയിൻഡ് ആയിട്ട് അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുന്ന, ശാരീരികമായി കരുത്തുള്ള, വൈകാരികമായി കരുത്തുള്ള, അങ്ങനെ ലൈഫ് സ്കില്ലുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പഞ്ച് പ്രോഗ്രാമാണ്. കാരണം ഇത് വഴി കുട്ടികളെ വെൽ ട്രെയിൻഡ് കുട്ടികളാക്കാൻ കഴിയും. അവർക്ക് ലോകത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. സ്കൂളിലെ 3-4 ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും കമാൻഡോ കിഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ് സർവീസ് ലീഗിന്റെ സഹായത്തോടെയാണ് ഇവർക്ക് പരിശീലനം നൽകി വരുന്നത്. കരസേനയിൽ നിന്ന് വിരമിച്ചവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കൊടകര പോലീസ് സ്റ്റേഷൻ, കേരള പോലീസ് അക്കാദമി എന്നിവിടങ്ങളിലും പരിശീലനത്തിന്റെ ഭാഗമായി കമാൻഡോ കിഡ്സ് സന്ദർശനം നടത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ മികവ് വിലയിരുത്തുന്ന SCERT സംഘം കമാൻഡോ കിഡ്സിന്റെ പ്രവർത്തനം വിലയിരുത്താനായി കഴിഞ്ഞ മാസം ആലത്തൂർ സ്കൂൾ സന്ദർശിച്ചിരുന്നു. കമാൻഡോ കിഡ്സിനായി സ്കൂളിൽ ഒരുക്കിയ റൈഡിംഗ് പാർക്കും സംഘം സന്ദർശിച്ചു. വിദ്യാലയങ്ങളുടെ മികവുകൾ അവതരിപ്പിക്കാനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാറിലേക്ക് ആലത്തൂർ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കമാൻഡോ കിഡ്സ് പദ്ധതിയുടെ പ്രവർത്തനം പരിഗണിച്ചാണ്. ഓരോ അധ്യയന വർഷവും 220 മണിക്കൂർ നീളുന്ന ജീവിത നൈപുണ്യ പരിശീലനമാണ് പദ്ധതിയിലൂടെ കുട്ടികൾക്ക് നൽകുന്നതെന്നും ഇവർ പറഞ്ഞു. TCV ന്യൂസ് കൊടകര. ഗുരുവായൂർ ദേവസ്വം റെസ്റ്റ് ഹൌസിലെ ജീവനക്കാർക്ക് യൂണിഫോം നിർബന്ധമാക്കുന്നു. വാച്ച്മാൻ, റൂം ബോയ് തസ്തികകളിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കും താൽക്കാലിക ജീവനക്കാർക്കും യൂണിഫോം ഏർപ്പെടുത്തി. ആദ്യഘട്ടം എന്ന നിലയിൽ നവീകരിച്ച പാഞ്ചജന്യം റെസ്റ്റ് ഹൌസിലെ ജീവനക്കാർക്കാണ് യൂണിഫോം നൽകിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച പാഞ്ചജന്യം റെസ്റ്റ് ഹൌസിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് മുറി നൽകി തുടങ്ങും. 2 ദിവസത്തിനകം ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിലവിൽ വരുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയുടെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന നിലയിൽ. പള്ളിയുടെ മുന്നിലുള്ള ഭണ്ഡാരം, മംഗലം ഭാഗത്തേക്ക് പോകുന്ന കപ്പേള ഭണ്ഡാരം, പുല്ലാനിക്കാട് താഴത്തു ഭാഗത്തെ പുതിയ കപ്പേള ഭണ്ഡാരം എന്നിവയാണ് പൊളിച്ചത്. പരാതിയെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുന്നു. ആവേശവുമായി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ. സിഒഎ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. ടൂറിസം IT മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പദ്ധതിയിട്ട് സിഒഎ സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PV സുരേഷിനെയും തെരഞ്ഞെടുത്തു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോളേജ് ഡീനിന്റെ തൃശൂരിലെ ക്വാർട്ടേഴ്സിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകിട്ടും പ്രവർത്തിക്കും. മസ്റ്ററിംഗ് നടത്തുന്നതിനാണ് ക്രമീകരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.